ചെറിയൊരു കയ്യബദ്ധം. ഞാനൊന്ന് ഫോണിൻ്റെ വോളിയം ബട്ടന് പകരം ഓൺ ഓഫ് ബട്ടൺ പിടിച്ച് നെക്കിപ്പോയി. അപ്പോൾ വീഡിയോ ഒന്ന് സ്റ്റോപ്പായിപ്പോയി. ലെഫ്റ്റ് ഓവർ പാർട്ടാണത്. ഓക്കെ, നമ്മൾ 28th ലെവൽ ഓർമ്മയില്ലേ, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിരുന്ന ജംഗിളിൻ്റെ മാപ്പാണ്. അപ്പോൾ നമ്മളത് കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, ഇതിൻ്റെ ലെഫ്റ്റ് ഓവർ പാർട്ടാണ്. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം പറയുന്നു, നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, വേറെ ഒന്നുകൊണ്ടല്ല. ഫസ്റ്റ് തന്നെ യു ആർ കിൽഡ് ബൈ പേരാണ് ടെക്നോബ്ലേഡ്. അങ്ങനെയല്ല, ടെക്നോബ്ലേഡ്. എൻ്റെ അമ്മ ഈ കത്തി നമുക്ക് എന്താ പറയുക, നമുക്ക് ഗണ്ണ് പോലെ ഷൂട്ട് ചെയ്യുന്നില്ല, തൊട്ടടുത്ത് പോയിട്ട് ഇങ്ങനെ അടിക്കാൻ പറഞ്ഞു. ഓ ചത്തില്ല. എന്നാലും ആ മിസൈൽ അവിടെ പ്ലേസ് ചെയ്തു ആദ്യം. അത് പിന്നെ ആരും ഇങ്ങനെ നടന്നു വരുമ്പോൾ അടിച്ചോടും. അയ്യ, അവൻ ചത്തില്ലേ? എന്നാൽ നമുക്ക് അവനെ പോയി അടിച്ചിടണം. അവൻ തന്നെ ആയിരിക്കും, അവൻ തന്നെ ആയിരിക്കും, അവൻ തന്നെ. ഇതെന്താടാ അത്? ഇതെന്താ ചവിട്ടി വിടുന്നോ? കുതിരനെ പോലെ ചവിട്ടി വിടണ്. നമുക്ക് ഈ ഗണ്ണ് കത്തിക്കാം. ആര് വരുന്നുണ്ട്? നമുക്ക് പൊളിച്ചിട്ടണ്ട. ഒരേ സമയം ദീപക്, യു ആർ കിൽഡ് ബൈ ദീപക്, യു കിൽഡ് ദീപക്. ഓ, ഇമ്പോസർ 8 കില്ലൊക്കെ എടുത്തോ, ആള് കൊള്ളാലോ. നമുക്ക് കില്ലെടുക്കണം ബ്രോ, പ്ലീസ് ഒരു കില്ലെടുത്തോട്ടെ. കില്ലെടുത്തോട്ടെ എന്ന് ചോദിച്ച നിമിഷം എല്ലാവരും പോയി. ഇവിടെ ഓ മിസൈല് ഉണ്ട്, പോയി അടിച്ചിടാം. ഇതിലെ കുറേ ആൾക്കാർ വരുന്നതാണ്. അവൻ മിസൈലെടുത്ത് വലിയ ഭാഗ്യമുണ്ട്. ആ മിസൈൽ അവൻ എടുത്തിട്ടില്ല, നമുക്ക് തന്നെ പോയി അതെടുക്കണം. ഇതിലെ ഓടുകയാണ്. മിസൈൽ പ്ലീസ്, അത് ഇവിടെ ഉണ്ടാണോ? അതേ ഭാഗത്തിരുന്നു ഗൈസ്. ആ ടൈം ബോംബ് അവിടെ വെച്ചോണ്ട് നന്നായി, അവനും ഡെഡായി. ഓക്കെ, നമുക്ക് അയ്യോ ഓടാ, വേണ്ട, പോടാ. ഓ, യു കിൽഡ് ഡോർജി, യു ആർ കിൽഡ് ബൈ ഡോർജി. ഗൈസ്, ഞാൻ ചാവും ചെയ്യും, ഒരാളെ കൊല്ലുകയും ചെയ്യും. അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. ഈ ജംഗിൾ എന്ന മാപ്പിൽ ഇതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി, ഒരേ ഒരൊറ്റ സ്പെഷ്യാലിറ്റി. ഗൈസ്, ആ മിസൈൽ എടുക്കാൻ കൊല്ലു ചാവും. എന്തപ്പോൾ സംഭവിച്ചേ ഗൈസ്? ഇതിൻ്റെ ഇടയ്ക്ക് ആരോ ഗുണ്ടെറിഞ്ഞ് പൊട്ടിച്ചു. അപ്പോൾ എല്ലാവരും തെറിച്ച് പോയി ഡെഡായി. അതാണിപ്പോൾ നടന്നത്, കറക്റ്റ് പറയുകയാണെങ്കിൽ അതാണ് നടന്നത്. മിസൈൽ ഒക്കെ ബുള്ളറ്റ് ഫുള്ളാണ്. ഒരു സ്ഥലത്തിരുന്നിട്ട് ഹണ്ട് ചെയ്താൽ പോരെ, ഒരു മിനിറ്റും കൂടി ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് ഇതിലെന്തായാലും ഒരാളെങ്കിലും വരാണ്ടിരിക്കില്ല. എക്കടാടി ഇട്ടാ അത്ര ഉള്ളൂ. ഓ, അവിടെ ഉണ്ട്. ഓ, ടൈം ബോംബ്. ഡാ ആരും വന്നാൽ തീരും. അത് വരുന്നുണ്ട്. ഓ, എന്താ ഷോട്ട്! ഇങ്ങനെ വളഞ്ഞു പോയി അവൻ്റെ മോന്തന്നെ കൊണ്ട്. ഓരോ അടിയിലുണ്ട്. അതിൽ നമുക്ക് ഇവിടെ ഒട്ടിക്കാം. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ഡെഡായി പോയിരിക്കുന്നു. ഓ, മിസൈൽ എടുത്തിട്ടുണ്ട്. ഡോഡ്ജ് ലെഫ്റ്റ് ചെയ്ത് ചെയ്യും. മിസൈൽ അവൻ പൊക്കി, അവനെ തീർക്കാം. അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് ഇതെടുത്തിട്ട് എന്ത് കഥയാണോ! ടൈം ബോംബ് ലേറ്റ് ആയിട്ടാണ് പൊട്ടിയത്. ആ വരുമ്പോൾ കറക്റ്റ് പൊട്ടണായിരുന്നു. എന്നാൽ നമ്മൾ ജയിച്ചാണ്. അല്ല, കില്ലെടുത്താണ്, ജയിക്കൊന്നുമില്ല. ഓ അയ്യേ, ആരോ പൊക്കിയുണ്ട്.
മീൻസ് ഇത് പൊക്കിയുണ്ട്. തീർന്നില്ല. അയ്യ ലാസ്റ്റ് സെക്കൻഡിൽ ഇത്. ടൈം ബോംബ് നമ്മളിട്ട ടൈം ബോംബ് അവിടെ ഉണ്ട്. ഓക്കെ ഗെയിം കഴിഞ്ഞു. ഇമ്പോസ്റ്റർ കഴിഞ്ഞത് എൻ്റെ ലെവൽ ഇമ്പോസ്റ്റർ ഇതാണ്, ജനറലാണ്. ഓക്കെ ജനറലാണ് നമ്മൾ. ഇപ്പോൾ നമ്മുടെ ലെവൽ എന്ന് പറഞ്ഞാൽ 28 ആണ്. 113 XP per ടോട്ടൽ ഉണ്ട്. നമുക്ക് 370 ആക്കണം. ഗൈസ് നിങ്ങളെല്ലാവരും മൈൻക്രാഫ്റ്റിൻ്റെ ഫാൻസ് ആവാം, ചിലപ്പോൾ മിനിമൽസ് ആവാം, ചിലപ്പോൾ റോബ്ലോക്സ് ആവാം. ഗൈസ് നിങ്ങൾക്ക് പറ്റിയൊരു മൈൻക്രാഫ്റ്റ് എന്ന് പറയാം. മീൻസ് ഒറിജിനൽ അല്ല, കാരണം ഒറിജിനൽ ആകെ 10 മില്യൺ ഡൗൺലോഡ് സെറ്റേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ക്യാഷ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. നമ്മൾ ആദ്യം നമ്മളെ പ്ലേ സ്റ്റോറിൽ പോകണം. നമ്മളെ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം എന്താ പറയുക, മൈൻക്രാഫ്റ്റ് തന്നെ അതിൻ്റെ പേര് മാത്രം മാറിയെന്നുള്ളൂ. കാരണം അത് ഉണ്ടാക്കിയ ആ ഡെവലപ്പറിൻ്റെ പേരാണ് ഡെവലപ്പർ ആരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. മൊജാങ്കും സ്റ്റാർ സ്റ്റുഡിയോസും ഉണ്ടാക്കിയതാണ്. മൊജാങ്കാണ് റിയൽ മൈൻക്രാഫ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതും അത് തന്നെ ഉണ്ടാക്കിയാണ്. ഓക്കെ മൊജാങ് തന്നെ ഉണ്ടാക്കിയത്. നമ്മൾ അവിടെ പോയിട്ട് ക്രാഫ്റ്റ് മാൻ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഈ ഒരു ഇത് കാണാം, കണ്ടോ ക്രാഫ്റ്റ് മാൻ. ഇതിൽ നമുക്ക് 10 crore പ്ലസ് ഡൗൺലോഡാണ് കാണിക്കുന്നത്. ഒറിജിനൽ എത്രയാണെന്നറിയില്ല. ഞാൻ ഈ ഗെയിം ആദ്യം ഡൗൺലോഡ് ചെയ്തതാണ്. നമ്മൾ ആ ഗെയിമിൽ പോയതിനു ശേഷം ഇതിൽ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് മൈൻക്രാഫ്റ്റ് തന്നെയെന്ന് പറയാം. കാരണം അതിൻ്റെ പേര് ഇത് മാത്രം മാറിയാൽ മതി. ഇതാണ് എൻ്റെ വേൾഡ്. ക്രിയേറ്റ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റിൻ്റെ ഉണ്ടാവുക. നമുക്കിത് കിട്ടും. ഇത് പീസ്ഫുൾ ആക്കാം, ഹാർഡാക്കാം, ഏത് വേണേൽ ആക്കാം. പിന്നെ നമ്മളെ മൂഡ് ക്രിയേറ്റീവ് ഏത് വേണേൽ ആക്കാം. പിന്നെ ഗൈസ് ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ സീഡ് അടിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് മൈൻക്രാഫ്റ്റ് ജാവ അഡീഷൻ ബെഡ്റോക്ക് അഡീഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, സീഡിൻ കിട്ടൂല. ഇതിൻ്റെ സീഡ് യൂട്യൂബിലൊക്കെ അടിച്ചാൽ ചിലപ്പോൾ കാണാം, ചിലപ്പോൾ വർക്കിംഗ് ആവില്ല. നിങ്ങൾ ഈ സീഡിൻ്റെ ഈ തറ്റത്ത് ഈ ഒരു ബട്ടൺ കണ്ടോ, അത് ഞാൻ നെക്കി. അപ്പോൾ നിങ്ങൾക്ക് കുറേ സീഡ് കാണാം. ഈ സീഡിലൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാണിച്ചു തരാം. സ്പോക്കി മാൻഷൻ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളിപ്പോൾ പോയിട്ട് എന്ത് ചെയ്ത് ഇത് നെക്കി. ഇപ്പം നമ്മൾ ആ സീഡ് അടിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ആഡ് ഒന്ന് കഴിഞ്ഞോട്ടെ. ആഡ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുകയാണ്. പിന്നെ ക്ലാരിറ്റി ഗ്രാഫിക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഞെട്ടും. ഇത് മൈൻക്രാഫ്റ്റ് തന്നെ, കാരണം മൊജാങ്ക് ഉണ്ടാക്കിയാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്, ഇതൊന്ന് വെയിറ്റ് ചെയ്യൂ. പിന്നെ ഗൈസ് ഞാൻ ആ സീഡ് അടിച്ചു കൊടുത്തിട്ട് ഇതെവിടെയോ കണ്ട പോലെ ഗൈസ് ആ സീഡ് അടിച്ച് വുഡ്ലാൻഡ് മാൻഷൻ ഗൈസ് നമ്മളിവിടെയാണ് സ്പോണായത്. നമ്മൾ സീഡ് അടിച്ചു കൊടുത്തപ്പോൾ കറക്റ്റാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഒരു ചെറുതായിട്ട് നമുക്ക് ചീറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് പറഞ്ഞാൽ ചീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സെറ്റിങ്സ് ചേഞ്ച് അതല്ല വേണ്ടത്. സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റീവിലല്ലേ നമ്മളെല്ലാം ആവശ്യമുള്ള സാധനം എടുത്തതിന് ശേഷം ഈ ക്രിയേറ്റീവ് നേരെ സർവേയിലാക്കുക. അഡ്വഞ്ചർ ഓപ്ഷനും ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഗൈസ് മൾട്ടിപ്ലെയർ ഉണ്ട്. പിന്നെ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഞാൻ സേവ് ആൻഡ് ക്വിറ്റ് അടിക്കണം. എൻ്റെ വേൾഡ് അവിടെ ഉണ്ട്. ഞാൻ ക്രിയേറ്റ് ന്യൂ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിറ്റ് എന്തോ ഒരു സാധനമാണ്. ഓക്കെ നമ്മളത് എടുക്കുകയാണ്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് മൾട്ടിപ്ലെയറും കളിക്കാം. പക്ഷേ ഒറിജിനലിലാണ് നമ്മൾ സൈൻ ഇൻ ചെയ്യണം, അഡ്രസ്സ് അടിക്കണം. അതൊന്നും വേണ്ട. പക്ഷേ ഉണ്ടോ മൾട്ടിപ്ലെയർ മൂഡ് ഓഫ് പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, നമുക്ക് സെയിം വൈഫൈ വേണം, അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ടായിട്ട് കണക്റ്റ് ചെയ്യും വേണം. അങ്ങനെയൊക്കെ ചെയ്ത് തൊട്ടടുത്തുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിലായിട്ട് കളിക്കാം. നോ സൈൻ റിക്വയർഡ്. പിന്നെ അവിടെ കുറേ സീഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച സീഡിൻ്റെ ഇതൊക്കെ കാണിച്ചു തരാം. ഗ്രാഫിക്സ് ഒക്കെ കാണിച്ചു തരാം. ഗെയിമത്തെ ഒറിജിനാലിറ്റി ഇതൊക്കെ കാണിച്ചു തരാം നമുക്ക്. നമുക്കിപ്പം ചീറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നേരെ സർവേ നിന്ന് ക്രിയേറ്റീവ് ആക്കുക.
ക്രിയേറ്റീവ് നേരെ ഇതാക്കാം, ഇത് സർവൈവലാക്കാം. പക്ഷെ അതൊക്കെ ചെയ്യരുത്, കാരണം ചീറ്റിംഗ് ആണ്. നമുക്കിപ്പോൾ ജസ്റ്റ് കണ്ടോക്കെ ഞാൻ ഇപ്പോൾ എടുത്ത ക്രിയേറ്റീവ് ആണ്. ഡീറ്റെയിൽ അടിച്ച് കാണിക്കണമെങ്കിൽ ക്രിയേറ്റീവ് തന്നെയാണ് ബെസ്റ്റ്. ഇതാണ് മാൻഷൻ. അറിയായിരിക്കും മാൻഷൻ, നിങ്ങൾ മുമ്പേ കണ്ടിട്ടുണ്ടാവും മാൻഷനപ്പോൾ ഇതാണ്. ഇതിൻ്റെ ട്രഷറൊക്കെ എവിടെ ഉണ്ടാവുക എനിക്കറിയില്ല. പിന്നെ നമ്മൾ മുകളിലോട്ട് പോകാൻ പറ്റുമോ? ഓക്കെ, നമ്മൾ മുകളിൽ ഇങ്ങനത്തെ ഒരു റൂമാണ്. അവിടെയൊക്കെ ഉള്ള പോലെ തന്നെ ട്രഷറൊന്നും കാണാനില്ല. ഇവിടെ ട്രഷർ ഉണ്ടാവില്ല തോന്നുന്നു. ഉണ്ടാവും, അതുകൊണ്ട് 1 മിനിറ്റ് ഗൈസ്. നമ്മൾ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ മോർണിംഗത്തെ ഗൈസ് ആഡ് വന്നതാണ്. നമ്മളിപ്പോൾ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഗൈസ് ഈ സ്കൈയിൻ്റെ ഗ്രാഫിക്സ് നോക്ക് ഗൈസ്. സ്കൈ തന്നെ സൂപ്പർ. നമുക്ക് എല്ലാ സാധനവും കമാൻഡ് ബ്ലോക്ക് ഇട്ട് നോക്കാം. കമാൻഡ് ബ്ലോക്ക് ഗൈസ് കിട്ടുന്നില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ എല്ലാ സാധനവും ഉണ്ട്. ക്രിയേറ്റീവ് ആണ്, എന്ത് വേണേൽ നമുക്ക് ചെയ്യാം, എല്ലാ സാധനവും കിട്ടും. ഗൈസ് നിങ്ങൾ ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബൈ. മിനി മിലിഷ്യ നമ്മൾ നെക്സ്റ്റ് പാർട്ട് നാളെ ഇടുന്നതായിരിക്കും. ഓക്കെ ബൈ.